അഷ്കർ അലി കരിമ്പ, തൃണമൂൽ കോൺഗ്രസ് PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി മണ്ഡലം നിലനിർത്താം, അൻവറിന്റെ തന്നെ മണ്ഡലമാണല്ലോ അത് നിലനിർത്താം എന്നൊക്കെയുള്ള ഒരു നീക്കുപോക്കായിരിക്കില്ല അവരുടെ മനസ്സിൽ. UDF-ൽ ഘടകകക്ഷിയായുള്ള പ്രഖ്യാപനം അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. അതിനായുള്ള ഒരു ബാർഗെയിനിങ്ങിലേക്കാണോ ഇപ്പോൾ PV അൻവറും തൃണമൂൽ കോൺഗ്രസും കടന്നിരിക്കുന്നത്? സുജിയ, ഇന്ന് രാവിലെയൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ സംസാര ഭാഷയിലടക്കം PV അൻവറിനെ രൂക്ഷമായി വിമർശിക്കുന്ന, അല്ലെങ്കിൽ വലിയ തോതിൽ അൻവറിനോടെതിരെ കടുപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഒരു വിലപേശൽ ശക്തിയായി മാറുന്നു എന്നുള്ളതാണ് തൃണമൂൽ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. കാരണം UDF-ന് മുമ്പിൽ ഒരു ഉപാധി വെക്കുന്നു, ഒരു സമയം നിശ്ചയിച്ച് നൽകുന്നു, സമയപരിധി വെച്ച് നൽകുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് അതിൽ ഇന്ന് അവർ നടത്തിയ പ്രസ്താവനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അഥവാ അതിന് ന്യായമായി തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് 5 മാസം മുമ്പ് തന്നെ PV അൻവർ മുന്നണി പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് UDF നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. പിന്നീട് UDF യോഗം ചേർന്നുകൊണ്ട് സഹകരിപ്പിക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും അതിനുവേണ്ടി പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയതായും പറഞ്ഞു. പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഒരു തീരുമാനവും UDF നേതൃത്വം എടുത്തില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടിലേക്ക് ഇന്ന് അൻവറിന്റെ വീട്ടിൽ വെച്ച് ചേർന്ന നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തീരുമാനമെടുക്കുകയായിരുന്നു. അതിനുകൂടി അടിസ്ഥാനത്തിലാണ് 2 ദിവസം സമയം നൽകുന്നു. ആ 2 ദിവസത്തിനകം UDF-ന്റെ ഔദ്യോഗികമായിട്ടുള്ള ഘടകകക്ഷിയായി തൃണമൂൽ കോൺഗ്രസിനെ പ്രഖ്യാപിക്കണം. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പരസ്യമായി നടത്തുകയും വേണം. ഏതെങ്കിലും തരത്തിലുള്ള സഹകരിക്കുന്ന ഘടകകക്ഷി എന്നുള്ള നിലയിലോ അതല്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന, അതായത് അതിനുമപ്പുറം അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിലോ ഒന്നുമുള്ള പ്രഖ്യാപനം പോരാ. മുസ്ലിം ലീഗിനെ പോലെ RSPയെ പോലെ UDF-ലെ മറ്റ് മുന്നണി ഘടകകക്ഷികളെ പോലെ ഒരു പൂർണ്ണ ഘടകകക്ഷിയായി തന്നെ തൃണമൂൽ കോൺഗ്രസിനെ അംഗീകരിക്കണം. അതിന്റെ പ്രഖ്യാപനം 2 ദിവസത്തിനകം നടത്തുകയും വേണമെന്നതാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി. അതൊരു തരത്തിൽ വിലപേശൽ കൂടിയാണ്. കാരണം അതിന് UDF തയ്യാറായിട്ടില്ല എങ്കിൽ അതിനടുത്ത ദിവസം 29-ാം തീയതി ചേരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഔദ്യോഗികമായി തന്നെ നിലപാട് പ്രഖ്യാപിക്കും. ആ നിലപാട് പ്രഖ്യാപനം എന്ന് പറയുന്നത് നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കുമെന്നതാണ്. അത് UDF-നെ പരാജയപ്പെടുത്താനോ LDF-നെ പരാജയപ്പെടുത്താനോ എന്നുള്ളതല്ല, PV അൻവർ ജയിക്കാനുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് LDF-നെ പരാജയപ്പെടുത്താൻ PV അൻവർ അവിടെ മത്സരിച്ച് ജയിക്കുക തന്നെ ചെയ്യും. അത് UDF-നെ ബാധിക്കുമോ ഇല്ലയോ എന്ന് നോക്കേണ്ട സാഹചര്യമില്ല. കാരണം ജയിക്കാൻ വേണ്ടിയാണ് അൻവർ മത്സരിക്കുന്നത് എന്നുള്ള ഒരു ശക്തമായ ഒരു പ്രഖ്യാപനം കൂടി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്തു. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ മത്സരിക്കാൻ സന്നദ്ധനായി തയ്യാറായിട്ടുള്ള പ്രതികരണമാണ് യോഗത്തിൽ PV അൻവർ എടുത്ത നിലപാട്. അത് പാർട്ടി തീരുമാനിക്കുന്നത് പോലെ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന് പാർട്ടി യോഗത്തിൽ PV അൻവർ അറിയിക്കുകയും ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏറ്റവും അവസാനമായി അഥവാ അൻവർ ഉന്നയിച്ച സമാന വിഷയങ്ങളും നിലപാടുകളും ഇടതുപക്ഷത്തിനെതിരെ സ്വീകരിക്കുന്ന മുന്നണി എന്നുള്ള നിലയിൽ UDF-ന് 2 ദിവസത്തെ സമയം കൂടി നൽകുന്നു എന്നുള്ള ഒരു ഉപാധി വെക്കില്ല. ഇല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ കടുപ്പിച്ചതോടെ അതേ ഭാഷയിൽ ഇല്ലെങ്കിൽ അതേ സ്വരത്തിൽ തന്നെ UDF-ന് മുമ്പിൽ ഒരു വിലപേശലുമായി ഇല്ലെങ്കിൽ ഒരു ഭീഷണി സ്വരത്തിലുള്ള പ്രഖ്യാപനമായിക്കൊണ്ട് തന്നെ ഇന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം തന്നെ ലീഗ് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം കൂടി ഈ ഘട്ടത്തിൽ തൃണമൂലിനുണ്ട്. പ്രത്യേകിച്ച് നിരന്തരമായി ലീഗ് നേതാക്കളുമായുള്ള സംഭാഷണം, ഫോൺ മുഖേനയുള്ള സംഭാഷണമൊക്കെ തന്നെ PV അൻവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് കൂടി ഇപ്പോൾ അല്പസമയത്തിനകം 12 മണിയോടെ പാണക്കാട് PK കുഞ്ഞാലിക്കുട്ടിയുടെ കാരത്തോടുള്ള വസതിയിൽ വെച്ചുകൊണ്ട് PV അൻവറും മുസ്ലിം ലീഗ് നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുമായും PMA സലാമുമായാണ് PV അൻവർ കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ഒരു പക്ഷേ അനുനയ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കോൺഗ്രസ് നേതാക്കളോട് കടുപ്പിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് അൻവറിനോട് ഒരു ഉടക്ക് വേണ്ട എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു സന്ദേശമാണ് ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം അൻവറിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നിലമ്പൂരിൽ മുന്നോട്ട് പോകണം, നിലമ്പൂരിൽ വിജയിക്കണം. അഥവാ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ സെമി ഫൈനലായി കാണുന്ന നിലമ്പൂരിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ മുസ്ലിം ലീഗ് കാണുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അൻവർ ഉടക്കി പിരിഞ്ഞ് അത് UDF-ന്റെ പരാജയത്തിലേക്ക് പോകുന്നത് മുന്നണിക്ക് തിരിച്ചടിയാകും എന്നുള്ളതാണ് ലീഗ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതുകൊണ്ടുകൂടിയാണ് അൻവറിനെ ചേർത്ത് നിർത്തിയുള്ള ഒരു മുന്നോട്ട് പോക്ക് ലീഗ് പ്രഖ്യാപിക്കുന്നത്. അതിലുള്ള നീക്കങ്ങൾ അനുനയ നീക്കങ്ങൾ UDF-ൽ ഘടകകക്ഷികൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസിന് മാത്രമായി അൻവറിനെ പുറത്തു നിർത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം.